വെൽക്കം ബാക്ക് ദേവ്സ് യൂട്യൂബ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേസ് മസാജറാണ്, അല്ലെങ്കിൽ ഒരു ജെയ്ഡ് റോളറാണ്. ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ പലരും പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ അതിന് മസാജിങ് നമ്മൾ കൊടുക്കാറുണ്ട്. നോർമലി അവർ എന്താ പറയുക, ആ ഒരു ടൈമിൽ ഡെയിലി പാർലർ പോകുന്നവരല്ലല്ലോ, വല്ലപ്പോഴും പോകുന്ന ആ ഒരു മസാജിങ് മാത്രം നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫേസ് മസാജിങ് കൊടുക്കാം. അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ജെയ്ഡ് റോളർ. ഇത് എൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ, ഇതൊരു സ്റ്റോൺ ആണ്. ബാക്കി മസാജേഴ്സ് ഒത്തിരി വരുന്നുണ്ട്, അല്ലെങ്കിൽ റോളേഴ്സ് ഒത്തിരി ഉണ്ട്, പക്ഷെ അതെല്ലാം അലോയ് സ്റ്റീൽ അങ്ങനെ ഓരോ ഐറ്റംസിലാണ് വരുന്നത്. ഈ ഒരു സ്റ്റോൺ നമ്മുടെ ഫേസിൽ ഡാമേജ് നമുക്ക് വരത്തില്ല, ഫേസ് ഡാമേജ് ഒരിക്കലും വരത്തില്ല. പിന്നെ ഈ ഒരു മസാജിങ് കൊടുക്കുന്നതനുസരിച്ച് ഫേസിൽ എന്താ പറയുക, ഡാർക്ക്നെസ് മാറും, എന്താ ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ അത് മാറിക്കിട്ടും. ആൻറ്റി ഏജിങ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ എത്രയാണോ കൂടുന്നത് അതനുസരിച്ച് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും നല്ല ഫെയർ ആയിട്ടൊക്കെ ഇരിക്കും. ഒരു പ്രത്യേകത കൂടെയാണ് ഈ ഒരു മസാജിങ് നമ്മൾ ചെയ്യുമ്പോൾ. ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി എവിടെയെങ്കിലും നമ്മൾ വെച്ചിട്ട് എടുത്ത് അപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ വയ്ക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷം നല്ല സ്റ്റോൺ ആയതുകൊണ്ട് നന്നായിട്ട് തണുക്കും. എന്താ പറയുക, ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് സ്ക്രബിങ് അല്ലെങ്കിൽ എന്താ കൊടുക്കാറില്ലേ, ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻസ് ഇതിൽ വരുന്നത്. ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ, ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്, നോർമലി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ പോർഷൻ കണ്ടല്ലോ, നന്നായിട്ട് ഒതുങ്ങാൻ ഇത് യൂസ് ചെയ്യും. ഈ രീതിയിൽ മേലിൽ നിന്ന് താഴോട്ടല്ല, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും ഈ രീതിയിൽ. കണ്ടോ, ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇതേ രീതിയിൽ കൊടുക്കുക. ഫേസിൽ ഫുള്ളായിട്ട് നന്നായിട്ട് കിട്ടണം. ഇങ്ങനെ തന്നെ കൊടുക്കണം ഈ രീതിയിൽ. പിന്നെ വരുന്നത് കണ്ണിന്റെ താഴെയുള്ള പോർഷൻ. അവിടെ വരുമ്പോ ഇത് കണ്ട, ഇതേ രീതിയിൽ കണ്ണ് താഴെ നന്നായിട്ട് കൊടുക്കുക. ഇത് കുറച്ച് സമയമല്ല കേട്ടോ, കുറച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ ഫേസിൽ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, കണ്ണിന് താഴെ വരുമ്പോ ഈ കണ്ണിന്റെ ഈ പോർഷൻ വരുന്നത് ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇനി ഈ പോർഷൻ, അത് മേലി ഇങ്ങോട്ടല്ല, ഇവിടെ ഈ പോർഷൻ, നമ്മുടെ പോർഷൻ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് യൂസ് ചെയ്യും. ഇങ്ങനെ ചാടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. ഇത് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുകയും ചെയ്യും. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നല്ലൊരു പാക്ക് നമുക്ക് ആവശ്യമില്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ കണ്ണിന് താഴെ വരുന്ന കറുപ്പ്, അതിന് കണ്ണിന് മാത്രം വരുന്ന കറുപ്പ്, അത് മാറാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഫേസിൽ കറുപ്പ് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതും മാറും. ഇത് എന്നും വേണ്ട, വല്ലപ്പോഴും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വല്ലപ്പോഴും എന്ന് വെച്ചാൽ നേരം 15 മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ കരിക്കാണ്. കണ്ടോ, കരിക്ക് കണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെന്നും കരിക്കൊന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, മന്ത്ലി ഒരു 3-4 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അതും നല്ലതാണ്. അല്ലെങ്കിൽ കരിക്ക് കിട്ടുന്നതനുസരിച്ച് നമ്മളിത് ചെയ്യുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കരിക്ക് ഒരു 2 ചെറിയ പീസ് കരിക്ക് കണ്ടോ, മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ഓറഞ്ചിന്റെ നീര് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിമധുരം ഞാൻ ഇന്നലെ നിങ്ങൾക്കായിട്ട് കാണിച്ച ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനമാണ് കണ്ടോ, അതിമധുരം. ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, നല്ല കുതിർന്നിരിക്കുന്നതാണ് സംഭവം. അപ്പോൾ ഇതിന്റെ വെള്ളം ഒരു 2-3 തുള്ളി എടുത്തിട്ട് ഈ കരിക്കിൽ അപ്ലൈ ചെയ്യുക, ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കണ്ണിന് താഴെ, ഈ കണ്ണിന്റെ ഇവിടെ ഇത്രയും പോർഷൻസ്, പിന്നെ നെക്കിന്റെ ഈ പോർഷൻസ്, പിന്നെ ഈ നെക്കിന്റെ ഇവിടെ കറുപ്പുണ്ടെങ്കിൽ അതിനും നല്ലൊരു സാധനമാണ്. ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കി, നല്ലൊരു എന്താ പറയുക റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇത് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അത് നിങ്ങൾക്കുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞാൻ ഇട്ടേക്കാം.
അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതേ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഇതേ രീതിയിൽ നല്ല പ്രഷർ കൊടുത്ത് തന്നെ യൂസ് ചെയ്യണം. നമ്മുടെ ഈ നോസിൻ്റെ ഈ പോർഷനൊക്കെ കണ്ടിട്ടില്ലേ, ഈ പോർഷൻസിലൊക്കെ മിക്കവാറും നല്ല ഡാർക്ക് കളർ അല്ലെങ്കിൽ കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിന് ചെയ്യേണ്ട വേറൊന്നുമല്ല, ഇതേ കണ്ടോ ഇതേ രീതിയിൽ. ഇപ്പോൾ ഞാനത് കുത്തിയിട്ടിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഇതേ രീതിയിൽ കൊടുക്കുക. ഫേസിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും, ഒരു മാക്സിമം 10 മിനിറ്റ്സ് ഞാൻ പറയുന്നുള്ളൂ, അത്രയും മാത്രം ചെയ്ത് അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഈ ഒരു റിസൾട്ട് 1 വീക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ഫേസിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ജെയ്ഡ് റോളർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. 168 റുപ്പീസിന് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ? ഈ ഒരു റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ? അപ്പോൾ ചെയ്ത് നോക്കുക, വാങ്ങിക്കൂ, ഇപ്പം തന്നെ യൂസ് ചെയ്ത് നോക്കൂ. ഇതൊരു ആഡായിട്ട് വരുന്നില്ല, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു. ഇനി ഈ പ്രോഡക്റ്റ് മറക്കരുത്, ജെയ്ഡ് റോളർ എവിടെ പോയാലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ മസാജ് കൊടുത്ത് കൈ വേദന എടുക്കുന്നതിനേക്കാളും ഈ രീതിയിൽ മസാജ് കൊടുക്കും. ദേ കണ്ടോ, കുറച്ച് ടൈറ്റായിട്ട് കൊടുത്താലും ആ രീതിയിൽ നീക്കും. യൂസ് ചെയ്ത് നോക്കുക, റിസൾട്ട് എന്താണെന്ന് എങ്ങനെയാണെന്ന് 1 വീക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇനി ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം, നെക്സ്റ്റ് ഞാനൊരു നല്ലൊരു അടിപൊളി സ്കിൻ ടോണറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ടോണർ നമ്മൾ എന്താ പറയുക കെമിക്കലായിട്ട് വാങ്ങുന്നതല്ലേ, വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ടോണർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ടോണർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.